ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഒരു ദിവസം രേവതി തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തുമ്പോൾ തന്റെ അമ്മ സങ്കടപ്പെട്ട് ഒരുപാട് കരഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എന്തു പറ്റി അമ്മ എന്ന് രേവതി തിരക്കുമ്പോൾ അമ്മ പറയുകയാണ്, മോളെ, ശരത്തിന്റെ സ്വഭാവം ദിനം പ്രതി കഴിയും തോറും അവൻ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അവന്റെ പോക്കറ്റിൽ നിന്നും പാന്റിന്റെ പോക്കറ്റിൽ അലക്കാൻ എടുത്തപ്പോൾ എനിക്ക് സിഗരറ്റ് കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് രേവതിക്കും ഒരുപാട് വിഷമവും ദേഷ്യവും ഒക്കെ വരികയാണ്. എന്തായാലും ഇത് വെറുതെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അവന്റെ ആ കൂട്ടുകാരനാണ് ഇതിനെല്ലാത്തിനും പുറകിൽ, ആ റൗഡി എന്നും പറഞ്ഞിട്ട് അവന്റെ അരികിലേക്ക് പോവുകയാണ് നമ്മുടെ രേവതി. അങ്ങനെ അവിടെ ചെന്നിട്ട് രേവതി അവിടെ ചെന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. എടാ, നീ എന്റെ അനിയനെ കേടാക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട്, നീ എന്തിനാ എന്റെ അനിയനായിട്ട് ഇത്രയും ചെറിയ പയ്യനായിട്ട് നീ കൂട്ടുകൂടി അവന്റെ ജീവിതം ഇല്ലാതാക്കുന്നു എന്നൊക്കെ ചോദിച്ച് അവന്റെ ഷർട്ടിൽ കുത്തിനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, ശരത്തിന്റെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺസിഡറേഷൻ ഞാൻ തരുന്നത്. ഇല്ലാതിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ എന്നെ ഇതാക്കി കഴിഞ്ഞാൽ എന്നെ പലപ്പോഴായി അപമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ തട്ടിയിടുകയാണ്. തട്ടിയിടുമ്പോൾ നേരെ ചെന്ന് നമ്മുടെ രേവതി തല തല്ലി നിലത്തേക്ക് വീഴുന്നുണ്ട്. അപ്പൊ അവിടെ എന്തോ ഒരു സാധനം ഉണ്ടായി, അത് തലയ്ക്ക് തട്ടിയിട്ട് തല മുറിയുന്നുണ്ട്. എങ്കിലും രേവതി അവിടെ എഴുന്നേറ്റ് വീണ്ടും അവനുമായിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പൊ നിന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേടി എന്നും ചോദിച്ചിട്ട് അവൻ അവളെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങുന്നുണ്ട്. ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ സച്ചി വരികയാണ്. സച്ചി ആണെങ്കിൽ അവന്റെ മറ്റൊരു ഗുണ്ടയെ, അവിടെയുള്ള മറ്റൊരുത്തനെ തല്ലി അവന്റെ ദേഹത്തേക്ക് ഇടുകയാണ്. അപ്പൊ സച്ചിയെ കണ്ട് രേവതി ആ ഗന്ധം വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിന്നോട് ആരാടാ എന്റെ ഭാര്യയുടെ ദേഹത്ത് തൊടാൻ പറഞ്ഞു, നീ എന്റെ ഭാര്യയെ തല്ലാറായോ എന്നും ചോദിച്ചിട്ട് അവൻ ഒരുപാട് തല്ലുകയാണ് സച്ചി. അങ്ങനെ വാ രേവതി പോവാ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അവളെ ഇങ്ങനെ പിടിച്ചിങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കയ്യില് രക്തം കാണുന്നുണ്ട്. അപ്പോ രേവതിയുടെ തലയിലെ പുറകിലായി നോക്കുമ്പോൾ അവിടെ മുറിവ്, അതുപോലെ തന്നെ രക്തം ഇങ്ങനെ ഒഴുകി നിൽക്കുകയാണ്. എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്നെ തള്ളിയിട്ടതാണെന്ന് പറയുന്നുണ്ട് രേവതി. അങ്ങനെ വീണ്ടും അവന് മുഖത്ത് കുറെ അടിയടിക്കുകയും അതുപോലെ തന്നെ അവന്റെ കൈ പിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവനെ കൈ ഇങ്ങനെ ഒടിഞ്ഞൊരു അവസ്ഥയിലാക്കി എടുത്തിട്ട് രേവതിയെയും കൂട്ടി സച്ചി അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോ രേവതി ചോദിക്കുകയാണ്, സച്ചിയേട്ടനെ എങ്ങനെയാ അറിഞ്ഞത് ഞാൻ ഇവിടെ ഉള്ളതെന്ന് ചോദിക്കുമ്പോ, നിന്റെ അമ്മ വിളിച്ച് പറഞ്ഞതാണ്, നീ കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനത്തെ സ്ഥലത്തേക്ക് നീ ഒറ്റയ്ക്കാണോ വരുന്നത്, അവരെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ വഴക്ക് പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തിയിട്ട് തലയില് കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ചിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ചെറിയൊരു മുറിവൊക്കെ കെട്ടി ഇങ്ങനെ വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട്. അപ്പോ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കാര്യം ശരത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ അമ്മ രേവതിക്ക് തലയിൽ ഇങ്ങനെ മുറിവൊക്കെ ആയതറിഞ്ഞ് അമ്മ വളരെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ശരത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, നീയാണടെ എല്ലാത്തിനും കാരണം, നീയാണ് ഈ ഇവിടുത്തെ നിങ്ങളുടെ അച്ഛനെ ഇല്ലാതാക്കിയതും നീ തന്നെയാണ്, നീ കാരണം എന്റെ അച്ഛന് മരണമടഞ്ഞത്, ഇപ്പോൾ നിന്റെ ചേച്ചിക്കും ഈ ഒരു അവസ്ഥ നീ വെച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരത്തിനൊന്നും മനസ്സിലായില്ല. അപ്പൊ ശരത്ത് എന്താ കാര്യം എന്ന് പറയുമ്പോൾ, നിന്റെ കൂട്ടുകാരൻ തള്ളിയിട്ട് ചേച്ചിയുടെ തല പൊട്ടി ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പോൾ ശരത്തിന് ഭയങ്കര വിഷമമാവണം. ശരത്തും ദേവും കൂടിയിട്ട് അതുപോലെ അമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അവിടെ എത്തുമ്പോൾ ഇവര് അമ്മയും ദേവൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ ശരത്ത് വന്നിട്ട് ചേച്ചിയോട് മാപ്പ് പറയുന്നുണ്ട്, ചേച്ചി ഞാനിനി ആ ഒരു കൂട്ടുകെട്ടിൽ ഞാൻ നിൽക്കില്ല, ചേച്ചി എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ സച്ചി അത് കേൾക്കുന്നുണ്ട്. അപ്പൊ സച്ചിക്കും അവരുടെ സംസാരം കേൾക്കുമ്പോൾ എന്തായാലും സന്തോഷമൊക്കെ ആവാണ്. അതിനുശേഷം നേരെ സച്ചി രേവതിയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല മുറിവ്. അതേ സമയത്താണെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞ് ശരത്ത് അവന്റെ കൂട്ടുകാരന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇടാ, നീ എന്റെ ചേച്ചിയെ തല്ലി നിലത്തിട്ട് നീ തല മുറിച്ചൂലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നിന്റെ ചേച്ചിയാണ് എന്റെ അരികിലേക്ക് വന്നത്, അവളാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ, എന്തായാലും എന്റെ ചേച്ചി ഞങ്ങളെയൊക്കെ വളർത്തി ഇതുപോലെ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ചേച്ചിയാണ്, അങ്ങനെയുള്ള വ്യക്തിയാണ്, അങ്ങനെയുള്ള എന്റെ ചേച്ചിയെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ്, ഇനി നീയുമായിട്ട് യാതൊരു കൂട്ടുകെട്ടും എനിക്കില്ല, ഇതോടുകൂടി അവസാനിച്ചു. നീ എപ്പോ എന്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവച്ചോ, എന്റെ ചേച്ചിയെ എപ്പോ തട്ടിയിട്ടോ അപ്പൊ തുടങ്ങി നമ്മ തമ്മിലൊരു യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നീ എന്റെ ചേച്ചിയോടും ഭർത്താവിനോടും ചെന്ന് മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ചെയ്യില്ല എന്ന് അവൻ കൂട്ടുകാരൻ പറയുമ്പോൾ, എന്നാൽ നമ്മ തമ്മിലുള്ള ബന്ധം ഇതോട് അവസാനിച്ചു എന്നും പറഞ്ഞ ആ ഒരു ബന്ധം അവസാനിപ്പിച്ച് ശരത്ത് തിരികെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൊണ്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് റോട്ടിൽ വീണതാണ്, അങ്ങനെ എന്നൊരു നുണ പറയുന്നുണ്ട് സച്ചി. രേവതി സത്യം പറയാൻ പോയതാണ്, പക്ഷെ നുണ പറയുകയാണ് സച്ചി. അപ്പൊ ചന്ദ്ര പറയാണ്, ശ്രദ്ധിച്ചൊക്കെ പോകണ്ടേ, വണ്ടിമേലല്ലേ പോകുന്നത്, ഇങ്ങനെ സമ്പാദിച്ച് അങ്ങനെ പണം ഉണ്ടാക്കണം എന്നുള്ള വിചാരം കൊണ്ട് നടന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നും പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ചന്ദ്ര. അപ്പൊ ആ സമയത്ത്
നമ്മുടെ രവീന്ദ്രൻ പറയാണ്, എന്തിനാ ഇപ്പോഴും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോ ആരാ അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുക എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ സച്ചി പറയണം, അത് ശരി, അതാണ് അവിടെ വിഷമം, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഇല്ല. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ തന്നെ ഭക്ഷണമൊക്കെ വെച്ചോളാം എന്ന് രേവതി പറയുമ്പോൾ ചന്ദ്ര പറയാണ്, വേണ്ട, എന്തായാലും തലയിൽ മുറിവൊക്കെ പറ്റിയല്ലേ, പോയി ചെന്ന് റെസ്റ്റ് എടുക്കും, ഞാൻ തന്നെ വെച്ചോളാം എന്നും പറഞ്ഞ് ചന്ദ്ര അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ഒരു കാഴ്ച കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ രേവതിയും സച്ചിയും. അതുപോലെ തന്നെ രേവതിയോട് മുറിവ് അധികം ഉണ്ടോ, വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുട്ടോ അതിന് മുന്നേ. അപ്പോൾ ഈ അമ്മയുടെ ഈ ഒരു മാറ്റം കാണുമ്പോൾ സച്ചിക്കിന്റെ രേവതിക്ക് ഒരുപാട് സന്തോഷമാണ്. അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛ എൻ്റെ അമ്മ തന്നെയാണോ ആ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും രേവതി പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി റൂമിലേക്ക് പോകുന്നുണ്ട്. രേവതിക്ക് വേണ്ട കഞ്ഞിയും ഒക്കെ റൂമിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് സച്ചി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ മകന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രുതിയുടെ മകന്റെ അരികിലേക്കായിട്ട് നവീൻ വരികയാണ്. നവീനും ശ്രുതിയുടെ മകനും കൂടി നിന്ന് സെൽഫി എടുത്തിട്ട് ആ ഫോട്ടോ ശ്രുതിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ എനിക്ക് 50,000 രൂപ തരണം, അല്ലെങ്കിൽ വേണ്ട, ഒരു 30 ലക്ഷം രൂപ നീ എനിക്ക് ഒന്നിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ശല്യം ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയും, ഈ ഫോട്ടോ സഹിതം ഞാൻ എല്ലാവരും അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അവനെ ഒതുക്കാനായിട്ട് ഈ നമ്മുടെ ശരത്തിന്റെ കൂട്ടുകാരനായ റൗഡിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് ശ്രുതി. അപ്പോ ശ്രുതി ഒരു ആവശ്യം പറയുന്നുണ്ട്, അവനെ എങ്ങനെയെങ്കിലും നിലയ്ക്ക് നിർത്തണം. അപ്പോ അവൻ പറയുകയാണ്, ഈ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യണമെങ്കിൽ തിരിച്ച് എനിക്കും ഒരു ഉപകാരം ചെയ്യണം, പൈസയായിട്ടൊന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ട ഉപകാരം എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടില് പണ്ട് 1 ലക്ഷം രൂപ മോഷണം പോയില്ലേ, അതായത് നിങ്ങളുടെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ ആരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണം, ഉവ്വ പോയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ആര് ചെയ്തെന്നാ നിങ്ങളുടെ വിചാരം? അത് രേവതി എന്ന് പറയുന്ന നിങ്ങളുടെ അനിയത്തിയുണ്ടല്ലോ, അവരുടെ സഹോദരൻ ശരത്താണ് അത് കട്ടുകൊണ്ട് പോയത് എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടുകയാണ് ശ്രുതി. എന്തായാലും ശ്രുതിക്ക് സന്തോഷമാകുന്നുണ്ട്, രേവതിക്കും സച്ചിക്കും എതിരെ അടിക്കാനുള്ള ഒരു ആയുധം കിട്ടിയുള്ള സന്തോഷം ശ്രുതിക്കുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ എന്തായാലും സച്ചിക്ക് അറിയാം, സച്ചി അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ശരത്തിന്റെ കൈ ഒടിച്ചത്, ഈ ഒരു സത്യം അറിഞ്ഞത് കൊണ്ടാണ്. എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങള്, CCTV ദൃശ്യങ്ങള് സച്ചിയുടെ ഫോണിലുണ്ട്. ആ വീഡിയോ നീ എടുക്കണം, എന്നിട്ട് നീ എല്ലാവരെയും കാണിക്കണം. അത് കാണിച്ചു കഴിഞ്ഞാല് നീ എന്താണോ ആ പറഞ്ഞ കാര്യം അത് ഞാൻ സാധിപ്പിച്ചു തരും. ആ ഗുണ്ട, നിന്നെ ശല്യം ചെയ്യുന്ന അയാൾ നിന്നെ ഇനി ഒരിക്കലും ശല്യം ചെയ്യില്ല, ഈ ഒരു ഉപകാരം നീ എനിക്ക് ചെയ്തു തരണം എന്ന് പറയുമ്പോഴും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പരമാവധി ശ്രമിക്കാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഫോണിൽ നിന്നും ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് പലപ്പോഴായിട്ട് ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ നമ്മുടെ ശ്രുതിക്ക് ആ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. ആ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പ്രശ്നം ഒന്ന് സോൾവ് ആയി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പ്രശ്നം എന്തായാലും ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.